സപ്ലൈകോ പ്രതിസന്ധി സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഷാഫി പറമ്പിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സിവിൽ സപ്ലൈസ് വകുപ്പിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമാക്കിയ മന്ത്രി ജി.ആർ. അനിൽ സർക്കാർ ഇടപെടൽ ശക്തമാക്കുമെന്ന് മറുപടി നൽകി. പ്രമേയ അവതരണത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. സിവിൽ സപ്ലൈസ് വകുപ്പിലെ പ്രതിസന്ധിയിൽ ധനവകുപ്പിന്റെ അവഗണനയുണ്ടെന്ന് CPI ഉൾപ്പെടെ വിമർശനമുയർത്തിയിരുന്നു. പിന്നാലെയാണ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം അനുമതി തേടിയത്. ഈ വകുപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ളവരാണെന്ന് പ്രമേയ അവതാരകനായ ഷാഫി പറമ്പിൽ പറഞ്ഞു. പ്രതിപക്ഷ അംഗങ്ങളെ വിമർശിക്കുന്നതിന് പകരം മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടുവെന്ന് അംഗീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർ, ആരാണ് ഈ വകുപ്പിനോട് ഈ നയങ്ങൾ വെച്ച് പുലർത്തുന്നത്? അങ്ങയുടെ വകുപ്പിലെ ജീവനക്കാർ. അവർക്ക് ഈ വകുപ്പിനോടുള്ള ആത്മാർത്ഥതയെങ്കിലും അങ്ങേക്കും വേണം. കുത്തകയുടെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ്, പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രിസഭയിലുള്ള ഒരു കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ട നിലക്ക് ഈ വകുപ്പിനോട് കാണിക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേസമയം സപ്ലൈകോയിൽ പ്രതിസന്ധി യാഥാർത്ഥ്യമാണെന്ന് മന്ത്രി ജി.ആർ. അനിൽ സഭയിൽ വ്യക്തമാക്കി. എന്നാൽ ഈ പ്രതിസന്ധി കാലങ്ങളായുള്ളതാണ്. UDF ഉണ്ടാക്കിയ ബാധ്യതയാണ് ഇപ്പോഴും തുടരുന്നത്. UDFന്റെ കാലത്തെ ബാധ്യത 347 കോടി രൂപയാണെന്നും മന്ത്രി സഭയെ അറിയിച്ചു. ഇന്നോ ഇന്നലെയോ സപ്ലൈക്കൊക്കെ ഉണ്ടായ ബാധ്യതയല്ല, നിങ്ങളുടെ കാലത്തെ ബാധ്യതയെ സംബന്ധിച്ച് നിങ്ങൾ മറന്നു പോവുകയാണ്. സർ, 2011 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ആ മന്ത്രി അടക്കം ഇരിപ്പുണ്ടപ്പുറത്ത് 347 കോടി രൂപയാണ്. ഇതെല്ലാം ഓഡിറ്റിന്റെ റിപ്പോർട്ടിന്റെ കൃത്യമായ കണക്ക് നിയമസഭയിൽ വച്ചിട്ടുള്ളതാണ്. 347 കോടി രൂപയുടെ ബാധ്യത സപ്ലൈകോക്ക് അന്ന് വിപണി ഇടപെടലുമായി ബന്ധപ്പെട്ട് തന്നെ നൽകുകയുണ്ടായി. വിപണിയിൽ ഇടപെടുക എന്നതാണ് സപ്ലൈകോയുടെ ചുമതലയെന്നും അതിൽ വകുപ്പ് പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കാൻ സപ്ലൈകോയ്ക്ക് സർക്കാർ ദയാവധമൊരുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ ദയനീയമായി സപ്ലൈകോ പരാജയപ്പെട്ടിരിക്കുന്നു. സപ്ലൈകോയ്ക്ക് പൊതുവിപണിയിൽ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. സപ്ലൈകോ അടച്ചാൽ കുത്തക കമ്പനികൾ കടന്നു വരും, സംശയമില്ല. അപ്പൊ കുത്തക കമ്പനികൾക്ക് വഴിയൊരുക്കാൻ സപ്ലൈകോയ്ക്ക് നിങ്ങൾ ദയാവധം ഒരുക്കി കൊടുക്കുകയാണ്. ഭക്ഷ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.